ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റായി കിടക്കാൻ നമ്മൾ ഗെയിമൊക്കെ കളിച്ച് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ചെക്കൗട്ട് ചെയ്ത് നമ്മളെ ഫസ്റ്റ് സൈറ്റിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് സ്ട്രോബെറി ഫാമും അക്വ ഫാമും ബേർഡ് പാർക്കും നല്ല ബ്യൂട്ടിഫുൾ കഫേസും ഗ്ലാസ് ബ്രിഡ്ജും സൺസെറ്റും പിന്നെ അടിപൊളി ഹാങ്ങിങ് ഔട്ട് സ്പോട്ട്സുമാണ്. സോ കീപ് വാച്ചിങ് ആൻഡ് എൻജോയ്. അപ്പോൾ ഗൈസ്, ഇതാണ് ശുഭ്ര പാലസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ബട്ട് ഇത് തുറന്നിട്ടില്ല ഗൈസ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. 10:45 ആയ സമയം, എന്നിട്ടും അടച്ചിട്ടിരിക്കുകയാണ്. ആ ഒരു സങ്കടത്തിൽ നമ്മൾ തൽക്കാലം പാലസിനെ ഒന്ന് വട്ടം ചുറ്റി കണ്ടു. പിന്നെ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടാവും ഇനി അടുത്ത വിസിറ്റ് എന്ന് കരുതി. അതായിരുന്നു അടുത്ത പ്രശ്നം ഗൈസ്. ഇവിടെ 11:30 ഒരു റെസ്റ്റോറൻറ്റും തുറക്കില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കുറേ റെസ്റ്റോറൻറ്റ്സിൽ കയറിയിട്ടാണ് അവസാനം ഈ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചത്. എന്തായാലും ഇനി ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഉഷാറായിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ അധികം ചൂടൊന്നുമില്ല, ബട്ട് നല്ല വെയിലുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടുത്തെ ഫേമസ് സ്ട്രോബെറി ഫാം. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും ലുക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഇതാണ്. നമ്മൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ സ്പ്രിംഗ്ലർ. അപ്പോൾ നമുക്ക് ഉള്ളോട്ട് പോകാം. ഇവിടെ ഓട്ടോമേറ്റഡ് മെഷീൻസും ഉണ്ട്, പിന്നെ നമുക്ക് മാനുവലിയും ടിക്കറ്റ് എടുക്കാം. ഇതാണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം ഗൈസ്. നമുക്കറിയില്ലായിരുന്നു 7 AM ഇത് ഓപ്പൺ ആവും. സോ അറിയായിരുന്നു, നമുക്ക് നേരത്തെ വരായിരുന്നു. പിന്നെ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. സ്റ്റാർട്ടിങ്ങിലേ ഇവരിവിടെ ഇങ്ങനെ ട്യൂബിലൊക്കെ സ്ട്രോബെറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ. സോ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് വ്യൂ. ഫസ്റ്റ് വ്യൂവിൽ തന്നെ കണ്ണുപെട്ടത് ഒരു സ്നോ വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വാ, ഇവിടെ സ്നോ വൈറ്റ് എന്ത് 7 ഡ്വാർഫ്സിനെയൊക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കുറേ കോഴിക്കുട്ടികളൊക്കെ അതേ നടന്നു പോകുന്നു. വെറുതെ അല്ല, ഞാൻ പറയാൻ മറന്നുപോയത് ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് 35 സാറാണ്. അപ്പോൾ ഇത് സ്ട്രോബെറി ഫാം മാത്രമല്ല, ഇവിടെ ഒരുപാട് വേറെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കണം. നമുക്കൊന്ന് പോയി നോക്കാം. ഇതേ ഗൈസ്, നമ്മളെ നാട്ടിലെ മാതിരി പറമ്പിലൂടെ മേഞ്ഞ് നടക്കുന്ന കോഴിക്കുട്ടികളും കൊള്ളാലേ. അതിൻ്റെ സൈഡിൽ തന്നെ നല്ല ഭംഗിയിൽ അവർ ഒരു പോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറേ കോഴിക്കാർപ്പൊക്കെ ആയിട്ട്. They are so friendly and nice. We have so many ponds here, guys. You see the duck over there? There are swans over there. These. സത്യം പറയാലോ, ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ സ്ട്രോബെറി ഫാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ബട്ട് ഇതൊക്കെ ഒരു ഐസിങ് കൊണ്ട് കേൾക്കുന്ന അറിയില്ലേ, അങ്ങനെ വളരെ നല്ല ഭംഗിയുള്ളൊരു പാർക്കാണ് കേട്ടോ അത്. ഷോക്കടിച്ചതാണ് മേലെന്ന് മീനെ പിടിക്കാൻ. ഇടിമിന്നൽ കിട്ടിയതാ. റെഡതാ ഇവിടെ ഇവിടെ you do have mulberry. It's so. Strawberry farm in Saudi. Yeah, could you even believe? So we have reached the strawberry farm right here, and we do have a human strawberry right here. Hello. As you can see that? ഇതിൻ്റെ സറൗണ്ടിങ് ഒക്കെ നല്ല ഭംഗിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി സ്ട്രോബെറി ഫാമിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഇങ്ങനെ 2 ബോക്സാണ് അവർ തരിക. ഒരു ബോക്സിന് 30 സാറാണ്. ഒരു ബോക്സ് വെച്ച് 3 പേർക്കാണ് കയറാൻ പറ്റുന്നത്. നമ്മൾ 4 പേരുണ്ടായിരുന്നു. അവർ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യില്ല. നമ്മൾ 4 പേരുണ്ടെങ്കിൽ 2 ബോക്സ് തന്നെ എടുക്കേണ്ടി വരും. So we bought 2. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സ്ട്രോബെറി ഫാമിൽ പോകുന്നത്. ആൻഡ് നല്ല ഒരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു. ഒരുപാട് ക്യാൻസിലാണ് ഇവരിവിടെ സ്ട്രോബെറി വളർത്തുന്നത്. ആൻഡ് എല്ലാ ക്യാനിലും ഒരുപാട് സ്ട്രോബെറീസും. We have got freshly plucked strawberries right from the strawberry farm. Look at this, guys. Yes. അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഫാമിൽ നിന്ന് ഇറങ്ങി ഒച്ച കേൾക്കുന്ന ഡയറക്ഷനിലേക്ക് നടന്നതാണ്. ഒരു കൂട്ടിൽ ഒരുപാട് ടർക്കീസിന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ആൻഡ് ഇവിടെ സ്ട്രോബെറീസ് മാത്രമല്ല ഗൈസ്, ഈ മരം നോക്കിയേ, നിറച്ച് പോമഗ്രനേറ്റ്സ് ആണ്. മൂത്തിട്ടില്ല, ബട്ട് ഇങ്ങനെ പേർപ്പിൾ കളറിൽ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ കുട്ടി
കുട്ടി കുട്ടി കടകളാണ്. അതിവിടെ മാത്രമല്ല കേട്ടോ ഉള്ളത്, തൈഫിൽ ഒരുപാട് സ്ഥലത്ത് നമ്മളിങ്ങനെ കുട്ടി കുട്ടി കടകൾ കണ്ടിട്ടുണ്ട്. ഇതുവരെ ഒന്നിലും കയറി നോക്കിയിട്ടില്ല. ഇപ്പം നമ്മൾ കയറി നോക്കാൻ പോവാണ്. ഇത് കുറച്ച് ലെങ്ത് ഉള്ള കടയാണ് കേട്ടോ. പിന്നെ സ്ട്രോബെറി തീം മാച്ച് ആക്കിയിട്ട് ഇവർ ഫുൾ പിങ്ക് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ള കട. So many stuffs here like this. See, this is a fan, strawberry fan. You just need to press it like this. It's like, it's really good, guys. It's really good for the summer. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ അടുത്ത മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള അപ്സൈഡ് ഡൗൺ ഹൗസിലേക്കാണ്. Let's go in. എണീറ്റാണ് പുറത്തേക്ക് അല്ലേ? Oh. അയ്യോ ബിരിയാണി തലയിൽ ചാടും. Look at that. We have biryani. This is the bathroom. Baby zoo ആണ്. So I believe there are babies in the pieces. Let's go. This is the baby zoo. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ, ബേബി സൂ. ഇതൊക്കെ നമ്മുടെ മെയിൻ സ്ട്രോബെറി ഫാമിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇതിനൊന്നും നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് വേണ്ട കേട്ടോ. ഇവിടെ ഒരുപാട് കയറി ചെന്നപാടെ ഇതേ ഗൈസ്, ഒരുപാട് ബണ്ണീസ് ഉണ്ട് ഇവിടെ. എല്ലാവരും വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ദിസ് ഈസ് സോ എക്സൈറ്റിംഗ്. അപ്പോൾ നമുക്കിനി ബേബി സൂ എക്സ്പ്ലോർ ചെയ്യാം. Hello. Hi. Can you say hi? Hi. Hello. Oh, you're so cute. Thank you. Can you come with me? No, come with me. Mouse. Come. Oh, you're so cute. Hello. ആ കോള കഴിയുമ്പത്തെ മുത്ത Hi. Don't eat it. No. No. You're not supposed to eat that. Baby, you're not supposed to eat that. Hello. Okay. കോള കഴിയുമ്പോ അത് ഉണ്ടായതുകൊണ്ടാണത്. Okay. You don't want to go? Okay. Let's go to Anu. അല്ലെങ്കിൽ പണ്ടേ പെണ്ണുങ്ങളെ ഇഷ്ടമുള്ളൂ. I don't know what exactly, but yeah. Yeah, did you hear that? Hi. There are so many bunnies everywhere. As you can see. Hello, pretty one. Hi. നീ ആരുവാ? No, this guy. Danger. Danger. അയ്യോ ചിരിച്ചു പോക്കോ. ചോര വന്നില്ല ഗൈസ്. ചോര വന്നില്ല. നീനോ ഈ കടിക്കണൊന്നുമല്ലടി. നമ്മൾ മുകളിൽ നിന്ന സമയത്ത് ഇവൻ പീലൊക്കെ വിടർത്തി എല്ലാവർക്കും നല്ല പോസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അവൻ്റെ മൂഡ് മാറി. പേടിപ്പിച്ചാ വീഡിയോ എടുക്കൂല. ഞങ്ങൾ എന്നാലും കുറച്ച് നേരം പിന്നാലെയൊക്കെ നടന്നു നോക്കി ഗൈസ്, ഒരു രക്ഷയില്ല. ഇവൻ ഒറിജിനൽ ആണോ എന്നറിയാൻ കുറേ നേരം അവനെ നോക്കി നിൽക്കേണ്ടി വന്നു. പിന്നെയാണ് ഇവൻ പെട്ടെന്ന് മൂവ് ചെയ്യുന്നത് കണ്ടത്.
അതുമാത്രമല്ല അവൻ നന്നായി നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിനി പതുക്കെ സ്ഥലം വിടാം. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഈ ബേബി സൂന് അകത്തുള്ള ഒരു റെപ്റ്റൈൽ പാർക്കാണ്. ഇത് ഈസിലി മിസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു കോർണറിലാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഡോറ്. നമ്മുടെ ഇഗ്വാന ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഈ സ്ട്രോബെറി ഫാമിൻ്റെ നടുവിലുള്ള ബേബി സൂ. ഇവിടെ ഇത് മാത്രമല്ല ഒരു അക്വാ ഫാമും കൂടെ ഉണ്ട്. അപ്പം നമുക്കിനി നെക്സ്റ്റ് അങ്ങോട്ട് പോകാം. पानी है भैया, जूस का दुकान में है, कॉफी का दुकान में है, पानी का दुकान में है। एक सेकंड. ഇവിടെ ചൂട് കുറവാണ് കേട്ടോ, ബട്ട് നല്ല വെയിലുണ്ട്. ആൻഡ് നമുക്ക് എല്ലാവർക്കും നന്നായി ദാഹിക്കുന്നുണ്ട്. സോ നമുക്കൊരു സ്ട്രോബെറി സ്ലഷ് വാങ്ങാം. ഇപ്പോൾ നമ്മൾ ഒന്നേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ടേസ്റ്റ് നോക്കിയിട്ട് ഇനി വാങ്ങണോ വേണ്ടോ നോക്കാം. Strawberry slush. Yes, destination Aqua Farm. Next is the Aqua Farm. ഇവിടെ വന്ന് ഇരിക്കുന്നത് Okay. The lobster. It looks like The lobster good. കോഴിക്കല് നോർമലി ഇങ്ങനത്തെ ഒന്നും വെക്കാറില്ലല്ലോ. എന്താ പറയുക, ഞാൻ ഒരുപാട് അക്വേറിയംസ് കണ്ടിട്ടുണ്ട്. ബട്ട് ഇത്രയും ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയംസ്, ഇത്രയും വെറൈറ്റി ഓഫ് ഫിഷസും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വലിയ വലിയ ഫിഷസ് ഒന്നും ഇല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു ഡെക്കറേറ്റീവ് ഫിഷസൊക്കെ ഇവിടെ പല വെറൈറ്റീസും ഉണ്ട് ഗൈസ്. തായ്ഫിൽ ഒരുപാട് ഉണ്ടാകുന്ന വേറൊരു ഫ്രൂട്ട് ഫിഗ് ആണ് കേട്ടോ. ഇവിടെ ഒരു മരം നിറച്ച് കായ്ച്ചിക്കുന്നുണ്ട്, ബട്ട് പഴുത്തിട്ടില്ല. സോ ഇതാണ് നമ്മുടെ സ്ട്രോബെറി ഫാം. നമ്മളിനി നേരെ പോകുന്നത് ഒരു കഫേയിലേക്കാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. ഇവിടെ വൈകുന്നേരമായ സമയം. ഇതിവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പ്രീമിയറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ കൂടാണ്. ഇത് ഒരു കഫേയാണ് ഗൈസ്, റിസോർട്ടോ ഒന്നുമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കഫേയിൽ ഇങ്ങനെ ചെറിയൊരു ബോക്സിൽ മാനുകളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് കാണുന്നത്. അവർക്കാച്ചാൽ ഭയങ്കര പേടിയായിരുന്നു. സത്യം പറയാച്ചാൽ കണ്ടപ്പോൾ പാവം തോന്നിയിട്ടോ. അവർ നമ്മൾ വരുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് കഴിക്കാൻ നിന്നില്ല. നമ്മൾ അതിൻ്റെ അടുത്തുള്ള വേറൊരു റിസോർട്ടിലേക്ക്, കഫേയിലേക്ക് പോന്നു. ഇതാണ് ബ്രീസസ് കഫേ. നിങ്ങൾ ഈ കാണുന്നത് അൽഷഫ മൗണ്ടൻ റേഞ്ചസ് ആണ് കേട്ടോ. ഇവിടെ എന്തായാലും തായ്ഫിൽ വരാച്ചാൽ വരണം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു പ്രത്യേക തരം മൗണ്ടൻ റേഞ്ച് ആണ്. പിന്നെ ഈ കഫേയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. അത് കൂടാതെ സൺസെറ്റ് സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റും കാണാം. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് ഗ്ലാസ് ബ്രിഡ്ജിലൂടെയൊക്കെ നടന്നിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ സൈഡിലുള്ള അൽഷഫ മൗണ്ടൻ റേഞ്ചസ് കാണുന്ന ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അതേമാതിരി ഒരുപാട് ആൾക്കാർ ഒട്ടകവും കുതിരയൊക്കെ ആയിട്ട് നടക്കും. നമുക്ക് സഫാരി വേണമെന്ന് ചോദിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കയറിയില്ല. വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് സൈഡിലേക്ക് നടന്നപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട്, ഒരു പിക്നിക് സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ, കണ്ടുപിടിച്ചു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പോയാ പോയി. ഈ സ്പോട്ട് ഒരു അടിപൊളി സ്പോട്ടാണ് ഗൈസ്. വളരെ പീസ്ഫുള്ളായിട്ട് നമുക്കൊരു ഈവനിങ് നമ്മുടെ ഫാമിലിയുടെ കൂടെയൊക്കെ സൺസെറ്റൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഒരു പ്രത്യേകതരം വൈബാണ് കേട്ടോ ഇവിടെ. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. നമ്മൾ ഒരുപാട് പാട്ടൊക്കെ കേട്ട് സംസാരിച്ച് സൺസെറ്റൊക്കെ കഴിഞ്ഞ് 3 വരെ വന്നിട്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. ഒരു 1-2 മണിക്കൂറൊക്കെ സുഖമായിട്ട് ടൈം പോയതുപോലും നമ്മൾ അറിഞ്ഞില്ല. പിന്നെ നമുക്ക് തിരിച്ച് കൗസ്റ്റ് എത്തേണ്ടത് കൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതൊരു അടിപൊളി സ്പോട്ടാണ്, ആരും മിസ്സാക്കരുത്. അൽഷഫ മൗണ്ടൻ റേഞ്ചസിൻ്റെ വ്യൂ പോയിന്റിൻ്റെ ഒരു സൈഡിലോട്ട് കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തും. That's it guys. ഇനി അടുത്ത ട്രിപ്പിൽ കാണാം. ഡു സപ്പോർട്ട് ആൻഡ് ലൈക്ക് ദ വീഡിയോ. എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.